ഗുഡ് മോർണിംഗ്. സമയം രാവിലെ തന്നെ ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ മിത്തുക്കുട്ടിയുടെ എൻ്റെ അല്ല മിത്തുക്കുട്ടിയുടെ പല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്നിപ്പോൾ മിത്തുവിന് സ്റ്റഡി ലീവാണ്. എക്സാം തുടങ്ങുമ്പോഴേക്കും സ്റ്റഡി ലീവ് ഒക്കെയാണ്. പക്ഷേ സ്റ്റഡി ലീവൊന്നുമില്ല. അതായി ഞങ്ങളിപ്പോൾ പല്ല് ക്ലീൻ ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. കേരള സ്റ്റോറിലേക്ക് പോകണം. ഫിഷ് ഉണ്ടോ നോക്കണം. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. എക്സാമിൻ്റെ എന്താ പറയുക ചൂട് അതിനേക്കാൾ വലിയ ചൂടാണ്. ഈ 11 മണിക്ക് പുറത്ത് നടക്കുമ്പോൾ ഭയങ്കര ചൂടാട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ സൺ ടാൻ അടിക്കണ വെയിൽ. അങ്ങനെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് കേരള സ്റ്റോറിലേക്കാണ് കേട്ടോ. മാതാ ഫുഡ്സിലേക്കാണ് നമ്മൾ പോണത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നടക്കാനുള്ള ദൂരം നമ്മൾ ഓട്ടോയിലാണ് പോണത്. ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ടു ഹോമിൽ നേരെ പോയി 2 തരത്തിലുള്ള മത്തി ഉണ്ടാവും. പ്രീമിയം സാഡൈനും കേരള സാഡൈനും. പിന്നെ എനിക്ക് അറിയാത്ത കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങാറില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ മത്തി നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ്. എൻ്റെ അടുത്ത് കുറേ പേര് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ചട്ടി പൊട്ടിയതാണല്ലോ എന്ന്. ഈ പൊട്ടിയ ചട്ടി ഞാൻ എന്താ ചെയ്യാറിയോ, വെറുതെ ഫിഷ് കഴുകാനും ഫിഷ് പുരട്ടി വെക്കാനും മാത്രം എടുക്കും. കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് നല്ല ചട്ടിയിൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ്, കേരള സ്റ്റോറിന് വെജിറ്റബിൾസും അതുപോലെ തന്നെ നല്ല അടിപൊളി മത്തി, നാടൻ മത്തി ഫ്രഷ് ഹോമിൽ കിട്ടും. അത് ഫ്രഷ് ഹോം ആപ്പ് വഴി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലീനിങ് ഒക്കെ ആയിട്ട് പൈസ കൂടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ തന്നെ നേരെയാക്കി തരും. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി ചെയ്യാറ്. നാടൻ മത്തിയും പ്രീമിയം സാഡൻ 2 ടൈപ്പ് മത്തി കിട്ടും. മറ്റൊരു മത്തി ഒമാൻ മത്തി എന്ന് പറയും. ഇവിടത്തെ മത്തി എനിക്കത് ഇഷ്ടമേ അല്ല. അത് ഭയങ്കര എനിക്കെന്തോ ആ മത്തി ഇഷ്ടമല്ല. എനിക്ക് നാട്ടിലെ മത്തി മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ നാടൻ കേരള സാഡൈൻ എന്ന് പറഞ്ഞു വരുന്ന ദിവസം മാത്രമാണ് ഞാൻ അത് വാങ്ങിക്കുക. അത് കുഞ്ഞേ മത്തിയോ, നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ മൊരിഞ്ഞ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ അവിടെ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ മേത്തി വാങ്ങിച്ചു. മേത്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മേത്തി കൊണ്ട് നമുക്ക് ഉലുവയുടെ ഇലയില്ലേ, അതിവിടെ ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ ഈ മേത്തി മട്ടറൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും കിട്ടും, പക്ഷേ ഈ സമയത്ത് കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെച്ചു മേത്തി മട്ടറും കൂടെ ഒരു കറി ഉണ്ട്, ഒരു ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഈ മേത്തി വെച്ചിട്ട് നമ്മൾ ചിക്കനും ഉണ്ടാക്കും ഇതേപോലെ. മട്ടറിന് പകരമായിട്ട് ഈ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടൊരു ചിക്കൻ, ഹെവനാണ്, ഹെവൻ. ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാനൊരു പ്രാവശ്യം മധ്യപ്രദേശിൽ പോയിട്ടാണ് ആദ്യമായിട്ട് ഞാനത് കഴിക്കുന്നത്. പക്ഷെ ആ ടേസ്റ്റ് എനിക്ക് പിന്നെ ഇതുവരെ വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അത്ര ടേസ്റ്റ് ആയിട്ടില്ല. നമ്മൾ എനിക്ക് മേത്തി കൊണ്ട്, കാരണം ഒരു ചെറിയ കയപ്പല്ലേ ഉപ്പേരിയൊക്കെ പോലെ വെക്കുമ്പോൾ. പക്ഷെ എങ്ങനെയാ അത് ആ ചിക്കനിലും ഇതിലൊക്കെ വരുമ്പോൾ ഇത്ര ടേസ്റ്റ് എന്ന് വിചാരിക്കും. അപ്പം ഞാനത് ഒരു ദിവസം വെക്കാൻ വേണ്ടി വാങ്ങുകയാണ്. നാളെ ഞാൻ വെക്കുമായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഷോർട്സിൽ എന്തായാലും നമ്മൾ കുറേ റെസിപ്പിയൊക്കെ ഇടുന്നുണ്ടല്ലോ, അങ്ങനെ. പിന്നെന്താ, സ്വീറ്റ് പൊട്ടറ്റോ എൻ്റെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എന്നും സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിക്കും മിക്ക ദിവസം. ഇത് ഞാൻ ഇന്ന് ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ ഡിന്നറായിട്ട്. ഇത് ഭയങ്കര ഹെവിയാണ്, ഭയങ്കര നല്ലതാണ് സ്വീറ്റ് പൊട്ടറ്റോ. വെയിറ്റ് ലോസിന് വയറ് ഫുള്ളായിട്ട് കിടക്കും ചെയ്യും. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് നമുക്ക് ചാട്ട് പോലെ ഉണ്ടാക്കാം. ഇതിൻ്റെ പൊറോട്ട നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ സാൻഡ്വിച്ച് അടിപൊളിയാണ്. ഗ്രീൻ ചട്നി ഉണ്ടാക്കി ഞാൻ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിലിടയ്ക്ക് ചില ദിവസം പൊറോട്ട ഫ്രാങ്കി പോലെ ഉണ്ടാക്കാൻ തോന്നും, ചില ദിവസം സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാൻ തോന്നും. ഇതൊക്കെ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ പറയും, ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ദിവസം ചില ദിവസം എന്ന് വെച്ചാൽ മടി പിടിക്കും, ചില ദിവസം ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂറ വേഷത്തിലാവും. പക്ഷെ വിശന്ന് ഞാൻ കുടലുമാല കരിഞ്ഞിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ നല്ല ലേറ്റായി, പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നല്ല കൂറ വേഷത്തിലായിരിക്കും ഉണ്ടാവുക. കുളിച്ചിട്ട് ചില ദിവസം അങ്ങനെ ഉണ്ടാവില്ല. വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന പോലെയെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ദിവസം ഒന്നും ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ആ റെസിപ്പിയൊക്കെ ഞാൻ ഇന്ന് രാത്രി ഡിന്നർ ഇതായിരിക്കും മിക്കവാറും. അപ്പം ഞാനത് കാണിച്ചു തരാം. ചാട്ടായിട്ട് ഉണ്ടാക്കുക. ഈവനിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ ചാട്ട്സ് പോലെ നമ്മുടെ സേവ്പൂരിയൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയിട്ട് പിന്നെന്താ, പിന്നെ കപ്പം കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. കപ്പയും മീനും ഉണ്ടാക്കായിരുന്നു രാത്രി. മത്തി വാങ്ങിയിട്ട് കപ്പ സാരല്ല, നമുക്ക് ഇഷ്ടം ഉണ്ടാക്കാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പിട്ടും കപ്പയുടെ ഇഷ്ടം. പൂളക്കിഴങ്ങ്, കപ്പ എന്ന് നമ്മൾ പറയില്ല, പൂളക്കിഴങ്ങിൻ്റെ ഇഷ്ടം. പിന്നെ എന്താ, പാല് വാങ്ങിയത്. പിന്നെ ഈ പച്ച വഴുതനങ്ങ ഇതെല്ലായിടത്തും കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് ആ വലിയ ബേഗണാണ്. അതായത് നമ്മുടെ എന്താ പറയുക, ബ്രൗൺ കളർ, ബ്രിഞ്ചോളിൻ്റെ ആ ഒറിജിനൽ കളർ ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ഈ ബേങ്കൺ ഭർത്ത,
അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ടേസ്റ്റായി. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇത് എനിക്ക് നാട്ടിലുണ്ടാക്കണ, വീട്ടിലൊക്കെ അച്ഛൻ കൃഷി ചെയ്യുന്ന വഴുതനങ്ങയാണിത്. ഇത് നമ്മളിങ്ങനെ നല്ല വഴറ്റി ഇങ്ങനെ മൊരിച്ചെടുത്താണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. ഏതൊരു ഇഷ്ടപ്പെടാത്ത ആൾക്കും ഇത് ഇഷ്ടമാവും. അപ്പം ഇന്ന് അതിൻ്റെയാണ് എന്ന് വിചാരിച്ചു, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു. നേന്ത്രപ്പഴം പിന്നെ നമ്മൾ എന്നും മിഥുന് നെയ്യിലിട്ടിട്ട് വറുത്തിട്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കും. കാരണം നല്ലതാണ്, ഹെൽത്തി ആണല്ലോ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ. അപ്പം എന്നും നേന്ത്രപ്പഴം എന്നും വീട്ടിലുണ്ടാവും. കഴിയുമ്പോൾ വാങ്ങിച്ച് ഷോർട്ട് ബ്രേക്കിന് മിക്ക ദിവസം നേന്ത്രപ്പഴം നെയ്യിൽ വറുത്തിട്ടായിരിക്കും കൊടുക്കുക. ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എനിക്കറിയാം. മത്തങ്ങ കൊണ്ട് മോര് കറി, മത്തങ്ങ കൊണ്ട് പുളിങ്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മോര് കറി. നല്ല മധുരമായിരിക്കും കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടി ഇടണം നിർബന്ധം, അല്ലെങ്കിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിക്കുക. അതിലേക്ക് നാളികേരും പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് അരയ്ക്കുക. അത് അരച്ചതിന് ശേഷം വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക. ഇത് മധുരമുള്ളതായതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് മോര് പാർന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് വറുത്തിടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കൂട്ടാൻ റെഡിയായി. ഇനി വഴുതനങ്ങ അത് അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയും പച്ച വഴുതനങ്ങയും കുറച്ച് ഉള്ളിയും കൂടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിൽ, നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ മൊരിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാനത് വഴറ്റാൻ പോണത് ഇന്ന് ഒരു അയോണിലാണ്, ഷീറ്റ് അയോണിലാണ്. ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. രണ്ടെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അപ്പം എൻ്റെ കയ്യിൽ കാസ്റ്റ് അയൺ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, ഷീറ്റ് അയൺ ഉണ്ട്. കണ്ടോ, ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ട്. അപ്പം ഇതിൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യും. കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയുള്ളതല്ലേ, വെയിറ്റ് ഉള്ളതല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഷീറ്റ് അയൺ യൂസ് ചെയ്യാം. ഇത് കാസ്റ്റ് അയൺ അത്ര ഒരു വെയിറ്റ് ഇല്ല കേട്ടോ. രണ്ടും അയൺ തന്നെയാണ്. കണ്ടോ, അടിപൊളിയാണ്. നമുക്ക് അയൺ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പണ്ടുള്ളവർ ഇതിൽ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. 2 പാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഒരു ഫ്രൈയിങ് പാനും ഒരു കടായി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 കാസ്റ്റ് അയൺ, ഒരു 2 സ്റ്റീൽ അയൺ, 2 ഷീറ്റ് അയൺ, ഈ 3 ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു പാത്രങ്ങളുടെ ആവശ്യമില്ല. ദോശ ചട്ടി അങ്ങനത്തെയൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിയുടെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്വപ്ന 12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവരുടെ ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വാങ്ങിയത് മാത്രമല്ല, കുറേ ന്യൂ ഓപ്ഷൻസ്, കുക്കർ, കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ട്. കുക്കർ എൻ്റെ കയ്യിലുണ്ട്, സ്റ്റീലിൻ്റെ. പിന്നെ ആ പാത്രങ്ങളുണ്ട്, ഈ ഇതുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു സ്ഥലത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, ഒരു സ്ഥലത്ത് നമുക്ക് ഫിഷ് ഫ്രൈയും ചെയ്യാം. അപ്പം നമ്മുടെ പരിപാടി കഴിയും. ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയല്ലോ ഇന്നത്തെ കിടിലൻ ഒരു സിമ്പിൾ ഊണ്. എനിക്ക് ഇന്നലെ മുതൽ മത്തങ്ങയുടെ മോരുകറി, മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കാം. പുളിങ്കറി പറഞ്ഞാൽ ഈ മോര് ഒഴിക്കുന്നതിന് വരെ പുളി ഒഴിച്ചിട്ട് വറുത്തിടുക. അതാണ് നമ്മുടെ നാട്ടിലെ മത്തങ്ങ പുളിങ്കറി. അല്ലെങ്കിൽ മുളകൂശ്യം വെറും പരിപ്പും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പല തരത്തിലും ഉണ്ടാക്കാം. പഴുത്ത മത്തങ്ങ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇന്നൊരു ഫുള്ളൊരു നാടൻ ഊണായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഉള്ളിയിൽ വഴുതനങ്ങയും കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി മുരിപ്പിച്ചെടുക്കുക ചെയ്യുക. ഈ ഷീറ്റ് അയണിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം എണ്ണ വേണം. ഇത് വളരെ കുറച്ച് എണ്ണയുള്ളൂ കണ്ടോ, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വറക്കുന്ന ആ ഒരു തരത്തിലുള്ള എണ്ണയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കഴിഞ്ഞാൽ ഓരോ സൈഡും 10 മിനിറ്റ് ഓഫ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ തിരിച്ചിടാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ കാസ്റ്റ് അയണിന് നല്ല എണ്ണ വേണം കേട്ടോ. കണ്ടോ, നിറയെ മീനും പിന്നെ നിറയെ ഉപ്പേരിയും വളരെ കുറച്ച് ചോറും ആണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡയറ്റ് പ്ലാനിൻ്റെ ഇതെന്ന് പറയുന്നത്. ഫിഷ് നമുക്ക് നല്ലോണം കഴിക്കാം, എണ്ണ വളരെ കുറച്ച്, അല്ലെങ്കിൽ എയർ ഫ്രയറാണ്. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ മിത്തുക്കുട്ടീനെ എഗെയിൻ നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിനെ കൊണ്ടൊക്കെ, ഒരു സാധാരണ ബിസി ആളുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മിത്തുക്കുട്ടിക്ക് ഇങ്ങനെ ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, അതിനൊക്കെ കൊണ്ടാക്കി ഞാൻ ചെറിയൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നടക്കും, ക്ലാസ്സിനെ കൊണ്ടുപോയിട്ട് ഒരു 15 മിനിറ്റ് നടക്കാണ്ട്. അപ്പം ഞാനത് നടന്നു വരും. അത് കഴിഞ്ഞിട്ട് ഡംബിൾസ് ഒക്കെ എടുത്ത് ഒരു 15-20 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു 10 മിനിറ്റ് സുംബയും കൂടെ ഓൺലൈനിൽ നോക്കിയിട്ട് സുംബയും കൂടെ ചെയ്തു. അപ്പോൾ ഡിപ്പെൻസ്. ഇന്ന് ഉച്ചയ്ക്ക് നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞാൽ 100 ഗ്രാമിൻ്റെ ഉള്ളിൽ കഴിച്ചാൽ മതി. ഫിഷൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല. അത് മാത്രമല്ല ഹെവി ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സുംബയും കൂടെ ചെയ്യാനുള്ള എനർജി ഉണ്ട്. സാധാരണ എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഫിഷും ചിക്കനൊന്നും ഇല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഒരു 7 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും വിശന്നിട്ട്. അപ്പം എനിക്ക് സുംബയൊന്നും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. ശരിക്കും കുഴയും. ഇന്നിപ്പോൾ ഭയങ്കര ഉഷാറ്, വിശക്കണില്ല, എന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കും. അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ചാട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് എനിക്കുള്ളത് ഒന്ന് എണ്ണ ഇല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. വേവിച്ചതിന് ശേഷം ബോയിൽ ചെയ്തതിന് ശേഷം
സോർട്ട് ചെയ്യുക. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഈ ചക്കരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ പറഞ്ഞ ചക്കരക്കിഴങ്ങാണ്. അത് ഇങ്ങനെ പുളക്കിഴങ്ങ് പോലെ തന്നെ ചക്കരക്കിഴങ്ങും ഇങ്ങനെ കൃഷി ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതിങ്ങനെ ഈ അടുപ്പിന് കനലിൽ ചുട്ടെടുക്കും. ഗ്യാസൊന്നും അല്ല, അടുപ്പിൽ ഇങ്ങനെ ചുടും. എന്തൊരു ടേസ്റ്റ് അതിൻ്റെ ഒരു മണം. എനിക്കാണെങ്കിൽ പുഴുങ്ങിയത് ഇഷ്ടമായിരുന്നില്ല. ഈ ചക്കരക്കിഴങ്ങ് വെച്ച് ഇഷ്ടം ഉണ്ടാക്കും നമ്മൾ. സ്വീറ്റ് പൊട്ടാറ്റോന്റെ സ്റ്റ്യൂ ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു മധുരം ഇടിയപ്പത്തിന്റെ കൂടെ പുട്ടിന്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ സംഭവമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ചക്കരക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും. കാരണം ഇവിടെ ഈ ചക്കരക്കിഴങ്ങ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഷോപ്പിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ ഇപ്പൊ ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിങ്ങനെ പറിക്കുമ്പോൾ ഇത് പുഴുങ്ങും, അത്രേ ഉള്ളൂ. ചുടും, പുഴുങ്ങല്ല ചുടും. അപ്പൊ ചൂടും ചെയ്യും, പുഴുങ്ങും ചെയ്യും, ഇഷ്ടമായിരിക്കും ചെയ്യും. ആ ഒരു സമയത്ത് കിട്ടുമ്പോൾ മാത്രമാണ്. ഇവിടെ വന്നതിന് ശേഷം എന്നും ഞാൻ ചെയ്യുന്നത് എന്തിനാ ഇപ്പൊ ചെയ്യുക? ഇങ്ങനെ പുഴുങ്ങാനാണെങ്കിൽ ചൂടാനാണെങ്കിൽ ഇവിടെ കനലും ഇല്ല, ഇന്ന് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചു. പിന്നെ മനസ്സിലായത് ഇവര് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ ബാജി ഉണ്ടാക്കും എന്നുള്ളത്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ചാട്ട്, പറാട്ട ഒക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്കിതിന്റെ പറാട്ട ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും ടേസ്റ്റാണ് ഇതിന്റെ ചാട്ട് എന്ന് പറയുന്നത്. സ്നാക്കായിട്ട് ഈവനിങ്ങിൽ ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ നമുക്ക് കഴിക്കാം. വെയിറ്റ് ലോസിന് ഏറ്റവും അടിപൊളിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്താ പറയാ, ഞാനിപ്പോൾ ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. കാരണം എനിക്ക് ഹെവിയാണ് ആക്ച്വലി. ഒരു 100 ഗ്രാം ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, പിന്നെ കാലോറിയും ഭയങ്കര കുറവാണ്. ഒരുപാട് സംഭവം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഡെയിലി നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഡയറ്റിങ്ങിന്റെ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്വീറ്റ് പൊട്ടാറ്റോ, പനീർ, ചിക്കൻ പിന്നെ പറയണ്ട. പക്ഷെ അതല്ലാതെ ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ, ഹെവി ആണെങ്കിലും അത് തന്നെ. അപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ ചാട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാം. ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തിട്ട് അവൾ ഉണ്ടാക്കിയിട്ട് അവൾ പറഞ്ഞു ഞാനിനി ഇത് എന്നും ഇതേ കഴിക്കുള്ളൂ, അത്ര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഈ സേവ് പൂരി കഴിക്കില്ലേ, സേവ് പൂരി കഴിച്ചിട്ടുണ്ടാവും. അത് ഇഷ്ടമല്ല. മിത്തുനൊന്നും ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോ വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കൊടുത്ത ഹായ് സേവ് പൂരി എന്ന് പറഞ്ഞിട്ട് മിത്തു കഴിക്കും. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് സേവ് ഇടണം, സാധാരണ നല്ലോണം സേവ് ഇട്ടിടണം. പക്ഷെ ഈ ഹെൽത്തി ആകുമ്പോൾ സേവിനേക്കാളും നല്ലത് പീനട്ടാണ്. പീനട്ടായിരിക്കും ഹെൽത്തി വേർഷനിൽ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സേവ് ഇടാം, വലിയ കുഴപ്പമില്ല. കുറച്ചിട്ടാൻ വേണ്ടി പിന്നെ എൻ്റെ കയ്യിൽ അതില്ല, അതൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് നന്നായി വേവിച്ച് വേണമെങ്കിൽ എണ്ണയിൽ കുറച്ച് റോസ്റ്റ് ചെയ്യാം, തോലിയോട് കൂടിയിട്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അതിലേക്ക് കുറച്ച് മുളക് പൊടി, നല്ലോണം ഉള്ളി, നാരങ്ങ പിഴിഞ്ഞത്, ഉപ്പ്, ചാട്ട് മസാല, പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കുന്ന ഗ്രീൻ ചട്നിയാണ്. അത് കുറേ എണ്ണത്തിൽ ഞാൻ യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ പൊറാട്ടാസിൽ, സാൻഡ്വിച്ചിലൊക്കെ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, അതായത് ടാമറിൻ ചട്നി. അത് എല്ലായിടത്തും കിട്ടും തോന്നുന്നു, അല്ലെങ്കിൽ ആമസോൺ ഫ്രഷിലൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇവിടുത്തെ എല്ലാവരും ഇല്ലേ, ഈ പാനിപ്പൂരി മുതലുള്ള സേവ് പൂരി മുതൽ എല്ലാ ചാട്സിലും ഇവിടെ ഉള്ളവർ ഈ ടാമറിൻ ചട്നി ചെയ്യും. അത് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. നിങ്ങൾ യൂട്യൂബിൽ നോക്കി, ഞാൻ തന്നെ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാം. പിന്നെ പീനട്ട്സാണ് സേവിന് പകരം ചേർക്കുന്നത്, ഹെൽത്തി ആയിട്ട്. പിന്നെ ഏറ്റവും ടേസ്റ്റ്, ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അനാർ, പൊമോഗ്രാനൈറ്റ് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അമ്മോ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്ര ടേസ്റ്റാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ലൊരു ഹെൽത്തി ആയിട്ട് എന്നും കൊണ്ടുപോകാൻ തോന്നും. മിത്തുക്കുട്ടി ഇതാ സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചിട്ട് ചാട്ട് കഴിച്ച് കിൻഡൽ, ഇതേതാ ബുക്ക്? നല്ലതാ. ഇപ്പം സുപ്പാണ്ടിയുടെയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിഞ്ഞു, വായിച്ച് തീർത്തു. ഇനി വേറെ എക്സാം കഴിയണവർ വായിക്കരുത് പറഞ്ഞു. മീൻസ് ഇങ്ങനത്തെ ബുക്സിൽ ആ സീരീസുകൾ തുടങ്ങി അവൾക്ക് എന്താ വെച്ചാൽ അത് തീരണവരെ 1 മണി വരെയൊക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ എക്സാം കഴിയണവരെ സീരീസുകൾ വായിക്കരുത് എന്നുള്ള ഓർഡറാണ്. അപ്പോൾ തൽക്കാലം സുപ്പാണ്ടി കിപ്പാണ്ടിയൊക്കെ വായിച്ചിരിക്കുകയാണ്. അല്ല, എങ്ങനെയുണ്ട് നമ്മുടെ ചാട്ട്? അടിപൊളിയാ, സൂപ്പർ ടേസ്റ്റാ. സേവ് പൂരിയേക്കാൾ അടിപൊളിയാ. അതെ, ഇതിന് ഇഷ്ടമില്ലാത്ത സാധനമാണ് ശരിക്കും സ്വീറ്റ് പൊട്ടാറ്റോ, പക്ഷേ ഇത് നല്ല ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ എക്സാം തുടങ്ങുകയായി. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ എക്സാം തുടങ്ങുകയാണ്. മാർച്ച് 15th വരെ എക്സാമാണ്. 15th കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വീക്സ് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഏപ്രിൽ അടുത്ത അക്കാഡമിക് തുടങ്ങും. ആ 2 വീക്സ് PTM, ബുക്ക് വാങ്ങൽ, അത് വാങ്ങൽ, കോഫി മീറ്റ്, അതിനാണല്ലോ. അത് വെക്കേഷൻ അല്ല, വെക്കേഷൻ മെയിലേ ഉള്ളൂ, 1 മന്ത്. ഇനി ഹൈസ്കൂൾ ആവാറായി, നെക്സ്റ്റ് ഇയർ 8ാം ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് എക്സാമൊന്നും നമുക്ക് മുടക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് അങ്ങനെ എക്സാം കഴിയുന്നവരുള്ള ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ തന്നെ ആയിരിക്കും. ഹെൽത്തി ഫുഡ്, എക്സാം ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഹെൽത്തി ഫുഡ്, കണ്ട ഫുഡ് കൊടുക്കാതിരിക്കുക, പുറത്തത്തെ ഫുഡ് അങ്ങനെ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.